या मुक्तिहेतुरभिचिन्त्य विद्यासिसा भगवती परमाहिदेवी शरदात्मिका सुविमलद्यजुषां निदानम् उद्गीतरम्यपदपाडपदां दशाम्यगतां परमादिगन्त्रे मेधासिरे वीरागिरशास्त्रसारा दुर्गासि दुर्गभवसा करणौजसङ्गा श्रीतैलपारिहृदय करुषाकराभि वक्रं विलोक्य सहसां सुरेण दृष्ट्वा तु देवि कुपिलं मृगुटीकराळं विज्ञातवेद ददुनैव यशस्तवेद नीलं कलं सुविपुलं महिषासुरस्य. ഇന്നത്തെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് 3-ാം ദിവസമായ ഇന്ന് നമ്മളെല്ലാവരും മഹാഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം 1250 കൊല്ലം പഴക്കമുള്ള ഈ ക്ഷേത്ര സന്നിധിയിൽ 2008 ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ തുടങ്ങി സംഭൂജ്യ സ്വാമി നിത്യാനന്ദ സരസ്വതിയുടെ കൈകളാൽ അഷ്ടബന്ധ ധരിച്ച് എല്ലാ മൂർത്തികളെയും സംഭൂജ്യ സ്വാമിജിയുടെ കൈകൾ കൊണ്ട് സ്പർശിച്ചുകൊണ്ട് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്ന് തന്ത്രിശ്രേഷ്ഠനായ രാജലിംഗ ഗുരുക്കൾ പ്രതിഷ്ഠാകർമ്മങ്ങൾക്കും ഹോമാദി കാര്യങ്ങൾക്കും ഇവിടെ ശ്രേഷ്ഠനായിക്കൊണ്ട് നിലനിന്നുകൊണ്ട് ഈ ക്ഷേത്രത്തെ പുനരുദ്ധാരണം നടക്കുകയുണ്ടായി. അതിനുശേഷം ഒട്ടനവധി മഹാത്മാക്കളും സന്യാസ ശ്രേഷ്ഠന്മാരും ഈ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേരുന്ന മഹാത്മാവ് സംഭൂജ്യനായ ബ്രഹ്മശ്രീ MT വിശ്വനാഥൻ അവർകൾ. അദ്ദേഹത്തെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പത്നി കൂടിയായ സഹധർമ്മിണി കൂടിയായ ശ്രീമതി വാസന്തി അമ്മ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്നത്തെ വേദിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, പാലക്കാടിനെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒട്ടനവധി മഹാത്മാക്കൾ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന മഹായാഗം ഏപ്രിൽ 31-ാം തീയതി ആരംഭിച്ച് മെയ് 1, 2, 3 ദിവസങ്ങളിലായിട്ട് ശൈവ വൈഷ്ണവ ശാക്തേയ യാഗം നമുക്ക് പാലക്കാടിനെ, പെരുമ്പിനെ, തളീക്ഷേത്രത്തെ എല്ലാം അഭിവൃദ്ധിപ്പെടുത്തുവാൻ സാധിച്ചത് മഹാപുണ്യമാണ്. ബ്രഹ്മശ്രീ വേണു നമ്പൂതിരി അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവരെല്ലാവരെയും നമ്മൾ പാദ നമസ്കാരം ചെയ്യുകയാണ്. ഇവിടെ വെറുതെ ഒരു സൂചന നിങ്ങളുടെ മുന്നിൽ തരികയാണ്. സ്വാഗതം പറച്ചിലൊക്കെ ഇവിടുത്തെ മാതൃസമിതിയാണ് ചെയ്യുന്നത്. എങ്കിലും വിശ്വേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും വിചാരിച്ചത് പാലക്കാട് ജില്ലയിൽ സന്ദീപിനി സാധനാലയമാണ് അബ്രാഹ്മണരായ കുട്ടികളെ വേദ സംസ്കാരത്തിലേക്ക് നയിച്ചത് എന്നാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എല്ലാവർക്കും വേദവിദ്യാഭ്യാസം ആരംഭിക്കാമെന്ന് പറഞ്ഞ ഒരു മഹാത്മാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മാധവ്ജി എന്നാണ്. ആ മാധവ്ജി നൽകിയ ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇന്ന് നമ്മളെ വിശ്വേട്ടനിലൂടെയും അതുപോലെ തന്നെ അമ്മയിലൂടെയും നമുക്ക് തരുന്ന ഈ ഒരു സന്ദേശം ലോകമെമ്പാടും എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാം, അതും പ്രത്യേകിച്ച് വേദമന്ത്രങ്ങളും പൂജാവിധികളും അഭ്യസിച്ചുകൊണ്ട് ക്ഷേത്ര പൂജകൾക്ക് അധികാരിയാവാം എന്ന് നമ്മളെ ഉദ്ഘോഷിപ്പിക്കുകയും അതിനനുസരിച്ച് മാധവജിയുടെ നേതൃത്വത്തിലാണ്
ആലുവയിലെ തന്ത്രവിദ്യാപീഠം ആരംഭിക്കുന്നതും ആ തന്ത്രവിദ്യാപീഠം ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെ കാഞ്ചി കാമകോടി മഠാധിപതിയായി നിൽക്കുന്ന ജയേന്ദ്ര സരസ്വതികളാണ് 25 പേരെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വേദ ഗുരുകുലത്തിൽ നിന്നും അവരെ ക്ഷേത്ര പൂജകൾക്ക് അയക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുക്കുവാൻ അന്നത്തെ കേരള സംസ്കാരം തയ്യാറാവുകയും കേരള രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിലെ തന്ത്രശാസ്ത്രം പഠിച്ച നമ്പൂരി സമൂഹം മുതൽ ബ്രാഹ്മണ സമൂഹം വരെ അത് അംഗീകരിച്ചുകൊണ്ട് ആ തന്ത്രവിദ്യാപീഠം ഇന്നും നടന്നു പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനപൂർവമായ ഒരു സന്ദേശം കൂടിയാണ്. അത് മാത്രമല്ല, നമുക്കിന്ന് അറിയാം, കർക്കിടക മാസം പഞ്ഞമാസമായിട്ട് നമ്മൾ നിലനിന്നിരുന്ന സമയത്ത് പരമേശ്വർജിയുടെയും മാധവജിയുടെയും നേതൃത്വത്തിൽ നടന്ന 5 ലക്ഷം പേർ പങ്കെടുത്തുകൊണ്ട് 1982 എറണാകുളത്ത് നടന്ന ഒരു മഹായജ്ഞത്തിലാണ് കർക്കിടക മാസം പഞ്ഞമാസമല്ല രാമായണ മാസമാക്കി രാമായണ പാരായണങ്ങൾ എന്ന ക്ഷേത്രത്തിലൂടെ എത്തിച്ചേരുന്നത്. ഇതിലെല്ലാം നമുക്ക് പ്രചോദനം ചെയ്യാൻ സാധിക്കുന്നത് പാലക്കാട് ജില്ല പൈതൃക ജില്ല എന്നുള്ള പ്രഖ്യാപനം കൊണ്ടുവരുന്ന സമയത്ത് പാലക്കാടിന്റെ അഭിമാന്യമായ ഒരു സ്ഥലമാണ് കൽപ്പാത്തി എന്ന് പറയുന്നത്. ലോകോത്തരമായ മഹാ ഉത്സവം നടക്കുന്നത്, സാംസ്കാരിക ഉത്സവം നടക്കുന്നത്, ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി നടക്കുന്ന കൽപ്പാത്തി രഥോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമി ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഗുഹാലയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയുള്ള യോഗീശ്വരൻ സിദ്ധനായിരുന്നു, അതുപോലെ ശാക്തേയ ഉപാസകനായിരുന്നു. നമുക്ക് സാധിക്കുമെങ്കിൽ നവരാത്രി കാലഘട്ടങ്ങളിൽ വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയെ ദർശനം ചെയ്യുന്ന സമയത്ത് ആ ഗുഹാലയത്തിൽ നടക്കുന്ന ആ വ്യക്തിയെ നമുക്ക് കാണുവാൻ, അല്ലെങ്കിൽ അദ്ദേഹം പൂജ കഴിച്ച ആ ശ്രീചക്ര ഉപാസന നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാപുണ്യമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും നമ്മുടെ പൈതൃക ജില്ല എന്ന് പറയുന്ന ബാനറിലും ബ്രോഷറിലും അദ്ദേഹത്തിന്റെ പേരുകളുണ്ട്. കൽപ്പാത്തി രാമചന്ദ്ര യോഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആ യോഗീശ്വരനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോട്ടോയിലൂടെ മാത്രമാണ്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഗുഹയിൽ മാത്രം താമസിച്ചുകൊണ്ട് ആ ഗുഹയിൽ നിന്ന് തന്നെ കൽപ്പാത്തിയിലേക്ക് ഇറങ്ങി ആ പുഴയിലേക്ക് ഇറങ്ങി കുളിച്ചുകൊണ്ട് ആ ഗുഹാലയത്തിൽ തിരിച്ചു വന്നിരുന്ന ഒരു ഗ്ലാസ് പാലും 2 പഴവും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ട് ആ ഉപാസനം നടത്തിയ ഒരു മഹാവ്യക്തിത്വം കൂടിയാണ് കൽപ്പാത്തി രാമചന്ദ്ര യോഗി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൽ നിന്നാണ് ശ്രീചക്ര നവാഭരണ പൂജയെക്കുറിച്ചും ശ്രീചക്ര ഉപാസനയെക്കുറിച്ചും എല്ലാം ശാക്തേയ സമ്പ്രദായത്തിൽ പഠിച്ചു വരുന്ന ഒട്ടനവധി മഹാ വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലും നമുക്കറിയാം, ഏറ്റവും കൂടുതലായിട്ട് തന്ത്രശാസ്ത്രങ്ങൾ നമുക്ക് നമ്പൂരി സമൂഹത്തിൽ നമുക്ക് ഒരു വിപ്ലവം തന്നെ അന്ന് കാലത്ത് നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം കുഴിക്കാട്ട് പച്ചയിലൂടെ തന്ത്രശാസ്ത്രത്തെ മെനഞ്ഞെടുത്തുകൊണ്ട് എല്ലാ നമ്പൂരി ഇല്ലങ്ങളും അത് പരിപാലിക്കുന്ന സമയത്ത് തന്ത്രസമുച്ചയത്തെ മുൻനിർത്തിക്കൊണ്ട് മാധവജി നടത്തിയ ഒരു വലിയൊരു പ്രഖ്യാപനമാണ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കേരളത്തിൽ നടന്നത്. കാരണം അന്ന് എല്ലാ ഇല്ലത്തിലെയും നമ്പൂതിരിമാർ പങ്കെടുത്തിരുന്നു, എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസി ശ്രേഷ്ഠന്മാർ മഠാധിപതികൾ പങ്കെടുത്തിരുന്നു. അവരുടെ മുന്നിൽ കൃത്യമായി ഇതിൻ്റെ ശാസ്ത്ര പഠനം നടത്തി അവരുടെ മനസ്സിലേക്ക് കൂടി ഇത് ചെയ്യണം എന്നുള്ള താല്പര്യം ബോധിപ്പിക്കുകയും അങ്ങനെയാണ് നമുക്ക് ഇന്ന് വേദം പഠിച്ച ഗുരുകുലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടിയാണ് സാന്ദീപിനി സാധനാലയത്തിന് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിശ്വേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ടാവും. എങ്കിലും ഞാൻ ഒരു ആമുഖമായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാം. പ്രത്യേകിച്ച് നമുക്ക് മാധവജിയെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര സമുച്ചയ പുസ്തകങ്ങളെല്ലാം നമുക്ക് ഇന്നും 3ാം പതിപ്പായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അത്രയും എഡിഷനുകൾ
നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് പഠിക്കണം, ക്ഷേത്രത്തിൽ എങ്ങനെയാണ് വരേണ്ടത്, എന്തിനാണ് വരേണ്ടത്, എങ്ങനെയാണ് പൂജിക്കേണ്ടത്, എങ്ങനെയാണ് വിഗ്രഹാരാധന നടത്തേണ്ടത്. കാരണം ഒരു കാലത്ത് വിഗ്രഹാരാധന തള്ളിക്കളഞ്ഞ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനുള്ള ഒരു തേരോട്ടം നടന്നിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഈ ക്ഷേത്രത്തെ എങ്ങനെ പുനരുദ്ധാരണം നടത്താൻ സാധിക്കുമെന്ന് നമുക്ക് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് വിഗ്രഹത്തിലൂടെ ശരിക്കും നമുക്ക് ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അഴകത്ത് ശാസ്ത്രശർമ്മൻ തിരുമേനിയാണ്, ആ മഹാപണ്ഡിതനാണ് മാധവജിയിൽ നിന്നും ഉൾക്കൊണ്ടു കണ്ട ആ പ്രവർത്തനം 25 പേർക്ക് ആദ്യം സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് അവരെ ക്ഷേത്ര പൂജകൾക്ക് നൽകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മേഖല കൂടി നമുക്ക് അറിയുവാൻ സാധിക്കണം. പിന്നീടാണ് 2008-ലും 2009-ലും ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ കഴിഞ്ഞ് 2009 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് മഹത്തായ വേദിയിൽ നമുക്കെല്ലാം ശ്രേഷ്ഠനായിരിക്കുന്ന, ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത പത്മശ്രീ PR കൃഷ്ണകുമാർജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഏപ്രിൽ 1 വിഡ്ഢികളുടെ ദിവസം മാറ്റി, ഏപ്രിൽ ഫൂളിഷ് ഡേ എന്നുള്ളത് മാറ്റി ഏപ്രിൽ 1 എന്ന് പറയുന്നത് ആധ്യാത്മിക ദിനവും പാലക്കാട് പൈതൃക ജില്ലയും എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു പ്രവർത്തനമാണ് ഇന്ന് സാന്ദീപിനി സാധനാലയം നിങ്ങളുടെ മുന്നിൽ ഇത്രയും വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിക്കാൻ സാധിക്കുന്നു. കാരണം ക്ഷേത്രത്തെ നമ്മളൊന്നും മറച്ചുകൊണ്ടോ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടോ അതേപോലെ പെയിന്റ് അടിച്ചുകൊണ്ടോ ഒന്നും ചെയ്തിട്ടില്ല. അതിനെ അതേപോലെ തന്നെ നിലനിർത്തുകയും ആ വിഗ്രഹ ചൈതന്യത്തെ അതേ രൂപത്തിൽ ആരാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഗാണപത്യവും ശൈവവും ശാക്തേയവും വൈഷ്ണവവും സൗരവും 5 സമ്പ്രദായങ്ങൾ ആദിശങ്കരന്റെ ആ സമ്പ്രദായം അനുസരിച്ച് സൗര സമ്പ്രദായം ഒഴിച്ച് ബാക്കി 5 സമ്പ്രദായവും തുല്യമായി നിൽക്കുന്ന ഈ ക്ഷേത്രത്തെ നമുക്ക് ഇത്രയും അധികം പരിഭാവനമാക്കാൻ സാധിച്ചതും ഇത്തരത്തിലുള്ള മഹാവ്യക്തിത്വങ്ങളുടെ പാദസ്പർശം കൊണ്ട് ഇതിന്റെ ചൈതന്യം ലോകോത്തരമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിൽ ഓർക്കുകയും അതിനനുസരിച്ച് നമുക്ക് ക്ഷേത്ര ഉപാസന നടത്തുകയും ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസത്തിലെ റാവൽജി ഇവിടെ വന്ന സമയത്ത്, മുൻ റാവൽജി ആയിരിക്കുന്ന ഈശ്വരപ്രസാദ്ജി വന്ന സമയത്ത് അദ്ദേഹം പറയണ്ടായി, ഇനിയും ഞാൻ ഈ ഗംഗാരതിയിൽ പങ്കെടുക്കാൻ വരും, ഇനിയും ഈ ക്ഷേത്ര ദർശനത്തിലേക്ക് ഞാൻ വരാൻ സാധിക്കും, ഞാൻ ഉറപ്പായിട്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കും എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ ഓരോ വ്യക്തികളും. ചിലപ്പോൾ അവർ വരുന്നത് പിതൃതർപ്പണത്തിനാണെങ്കിലും പക്ഷെ അവർ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇനിയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള വാക്കുകൾ തന്നിട്ടാണ് എല്ലാവരും പോകുന്നത്. ആരിൽ നിന്നും അപ്രതീക്ഷിതമായ തുകയോ അല്ലെങ്കിൽ ഡൊണേഷനോ വാങ്ങിക്കൊണ്ട് ഈ ക്ഷേത്രത്തെ പരിപാലിക്കുന്നില്ല. കാരണം പണ്ടുള്ള ആൾക്കാർ 2008-ൽ പുനർപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അവരെങ്ങനെയാണോ പറഞ്ഞു തന്നിരുന്നത്, ആ തന്ത്രശ്രേഷ്ഠൻ നമുക്ക് പറഞ്ഞു തന്ന അതേപോലെ തന്നെയാണ് ഇന്നും ഈ ക്ഷേത്ര പൂജകൾ നടന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പാലക്കാടിന്റെ പൈതൃകത്തെ ഉണർത്തുവാനും ഇവിടെ വരുന്ന ഓരോ വിദ്യാർത്ഥികളും അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന മന്ത്രങ്ങളും പൂജകളും നൽകിക്കൊണ്ട് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ലൗകിക വിദ്യാഭ്യാസവും ആധ്യാത്മിക വിദ്യാഭ്യാസവും അതുപോലെ അവരുടെ കുടുംബത്തിന്റെ യശസ്സിനെയും വർദ്ധിപ്പിക്കാനുള്ള ഒരു മേഖലയായിട്ട് ഇവിടെ നമുക്ക് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള വിശദ വിവരങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ആ അമ്മയുടെയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വേട്ടൻ്റെയും പാദ നമസ്കാരം ചെയ്ത് മാത്രമേ ഇവിടെ നിന്ന് എല്ലാവരും പോകാൻ പാടുള്ളൂ. കാരണം അത്രയും ശ്രേഷ്ഠനാണ് അദ്ദേഹം. 33 വർഷമായിട്ട് അദ്ദേഹം നമ്മളെ പോലുള്ള വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് നമുക്ക് ആദർശ് ഒരു 5 കൊല്ലം മുമ്പാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. ആ ആദർശിനെ വരെ ഉപനയന സംസ്കാരത്തോടു കൂടി പഠിപ്പിച്ചുകൊണ്ട് ആ മന്ത്രദീക്ഷ നൽകിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ആദർശിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കുന്നതും ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നാണ് നമുക്ക് ആ സാന്നിധ്യം ഇവിടെ പരിപൂർണമായി ലഭിച്ചത്. അതിനെല്ലാം വളരെയധികം ഹൃദയസ്പർശിയായി നിന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്വാഗതത്തിനും അതുപോലെ ദീപപ്രജ്വലനത്തിനും വേണ്ടിയിട്ടുള്ള ബാക്കി ചടങ്ങുകളിലേക്ക് മാതൃസമിതിയെ ഏൽപ്പിക്കുന്നു. നമസ്കാരം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള
മൂന്നാം ദിനമായ ഇന്ന് ഈ സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കട്ടെ. ആദ്യമായി പ്രാർത്ഥന ആലപിക്കുന്നത് ശ്രീകുമാരി സാധനാ മാതൃസമിതി. ചന്ദ്രശേഖര ഭഗവാനെ കൈതൊഴുന്നേ തിരുമുടി ചാർത്തിൽ ഒളിക്കും മന്ദാകിനിക്കും തൊഴുന്നേ തിരുനെറ്റിയിലെ കനൽ മീഴിക്കും തൊഴുന്നേ തിരുമടിത്തട്ടിൽ ഇരിക്കും ഗണപതിക്കും കൈ തൊഴുന്നേ പാതിമയ്യാം ശ്രീ പാർവതിക്കും ചെമ്പകപ്പൂയിതൾ പോല അമ്പിളിക്കല തിരുമുടിയിൽ അൻപോടണിയുന്ന തമ്പുരാനെ ചന്ദ്രശേഖര ഭഗവാനെ കൈതൊഴുന്നേ ത്രികാലങ്ങളളക്കും പൊന്തുടിക്കും കൈതൊഴുന്നേ തൃശൂലമേന്തും തൃക്കരത്തിനും തൊഴുന്നേൻ പദതാളമേളം തളിർക്കും പൊഞ്ചിലമ്പിന്നും തൊഴുന്നേൻ തിരുവൈക്കം വാണരുളും ദേവാ ചെമ്പകപ്പൂവിതൾ പോല അമ്പിളിക്കല തിരുമുടിയിൽ അൻപോടണിയുന്ന തമ്പുരാനെ ചന്ദ്രശേഖര ഭഗവാനെ കൈതൊഴുന്നേ തൊഴുന്നേൻ തിരുവുടൽ പൊഴിയും വെണ്ണീറാം നിലാവിനും തൊഴുന്നേൻ മാറണിയും ഫണിനാഗമാലയ്ക്കും തൊഴുന്നേൻ മൂലകുമിളകും നടരാജകേളികൾക്കും തൊഴുന്നേൻ തിരുവൈക്കം വാണരുളും ദേവാ ചെമ്പകപ്പൂയിതൾ പോല അമ്പിളിക്കല തിരുമുടിയിൽ അൻപോടണിയുന്ന തമ്പുരാനെ ചന്ദ്രശേഖര ഭഗവാനെ കൈതൊഴുന്നേ. അടുത്തതായി ദീപപ്രജ്വാലനമാണ്. ദീപപ്രജ്വാലനത്തിനായി വേദിയിലെ ശ്രേഷ്ഠ സാന്നിധ്യങ്ങളെയെല്ലാം സാദരം ക്ഷണിക്കുകയാണ്. ശ്രേഷ്ഠാചാര സഭയുടെ ആചാര്യൻ ബ്രഹ്മശ്രീ MT വിശ്വനാഥൻ അവർകൾ, വാസന്തി അമ്മ, പ്രിയപ്പെട്ട വേണുവേട്ടൻ, ബാലഗോപാൽ ചേട്ടൻ എന്നിവരെല്ലാവരും ചേർന്ന് ഈ സാംസ്കാരിക വേദിയുടെ ദീപപ്രജ്വാലനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. भद्रं पश्येमाक्षदत्राः वेरङ्गैः सुष्ठुवागुंस्तनोभिः विश्वेमदेवहितं जलायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति न साक्षिवन्तिभिः स्वस्ति नो बृहस्पतिर्ददातु. സ്വാഗത ഭാഷണത്തിനായി ശ്രീമതി പ്രമീള മാതൃസമിതിയെ സാദരം ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം.
പൈതൃക ജില്ലയായ പാലക്കാട് സാംസ്കാരിക നവോത്ഥാന നായകന്മാരുടെ ഈറ്റില്ലമാണല്ലോ. ഇന്നത്തെ വിശിഷ്ട സാന്നിധ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അവരുടെ ഗുരുപരമ്പരയെയും സ്മരിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കൽപ്പാത്തിയിലെ രഥോത്സവം ലോകോത്തര ആഘോഷങ്ങളിൽ ആചാരങ്ങളെ വിളിച്ചോതുന്ന ഒരു ആഘോഷമാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്ന വാക്ക് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തെ ഗുഹാലയം എന്ന പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന രാമചന്ദ്ര യോഗി അവർകളെ കുറിച്ച് പ്രകീർത്തിക്കുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ശാക്തേയ സമ്പ്രദായത്തെ എല്ലാവരിലേക്കും ദീക്ഷാ സമ്പ്രദായത്തോടുകൂടി നൽകിയ ആചാര്യനാണ് രാമചന്ദ്ര യോഗി. അദ്ദേഹത്തിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന കേരളത്തിലെ ആലുവ തന്ത്രപീഠം സ്ഥാപകനായ മാധവ്ജിയെ ഓർക്കേണ്ടത്. അദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ ഈ നിമിഷം നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. പാലക്കാട് അഴകത്ത ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാട് അവർകളെ മുൻനിർത്തിക്കൊണ്ട് 25 വേദവിദ്യാർത്ഥികൾ, അതായത് അബ്രാഹ്മണരായ കുട്ടികൾക്ക് തന്ത്രശാസ്ത്രം പഠിപ്പിച്ച് കാഞ്ചി കാമകോടി മഠാധിപതിയിൽ നിന്നും തന്ത്രശാസ്ത്ര സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് കേരളത്തിലെ നവോത്ഥാന ക്ഷേത്രങ്ങളിലൂടെ നമ്മളെ പ്രചോദിപ്പിച്ച ശ്രീ മാധവ്ജി എന്ന മഹാത്മാവിൻ്റെ ശിഷ്യന്മാരായ ശ്രേഷ്ഠാചാര്യനുമാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന MT വിശ്വനാഥൻ അവർകൾ. അവരുടെ സഹധർമ്മിണി ശ്രീമതി വാസന്തിയമ്മ അവർക്ക് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷത്തെ മാധവ്ജി പുരസ്കാരം ലഭിച്ചത് MT വിശ്വനാഥൻ അവർകൾക്കാണ് എന്ന് ഈ നിമിഷം ഓർക്കുന്നു. നല്ലൊരു കയ്യൊടിയോടുകൂടി ഈ ദമ്പതികളെ നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലെ തിരുനാവായ അരിക്കര മനക്കൽ അംഗവും പ്രശസ്ത ആചാര്യനുമായ ബ്രഹ്മശ്രീ AK സുധീർ നമ്പൂതിരി അവർകളെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അത് കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. അദ്ദേഹത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശബരിമല, തിരുനാവായ, നാവാമുകുന്ദ ക്ഷേത്രം എന്നിവിടങ്ങളിൽ മേൽശാന്തിയായിരുന്നു അദ്ദേഹം. ഈ വർഷം നടന്ന മാഘമഹോത്സവത്തിൽ കോർഡിനേറ്റർ ആയിരുന്നു. മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷകനുമാണ്. അദ്ദേഹത്തെ സാന്ദീപിനി സാധനാലയത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പെരുവേമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം നടന്ന ശൈവ വൈഷ്ണവ ശാക്തേയ യജ്ഞത്തിൻ്റെ ആചാര്യനുമായിരുന്ന ശ്രീ വേണു നമ്പൂതിരിയാണ് മറ്റൊരു ആചാര്യൻ. അദ്ദേഹത്തിന് സാന്ദീപിനി സാധനാലയത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. അടുത്ത വിഭിന്ന ശേഷിയുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബാലഗോപാൽ അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എത്തിയിട്ടുള്ള ശ്രേഷ്ഠ സാന്നിധ്യങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അടുത്തത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ചരിത്രത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുമെല്ലാം സമാനതകളില്ലാത്ത വ്യക്തിത്വം എന്നറിയപ്പെടുന്നത് തന്ത്രവിദ്യാ വിശാരദനായ സാക്ഷാൽ ശ്രീ മാധവ്ജി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് തൻ്റെ കർമ്മമേഖലകളിലും സമൂഹത്തിലും സമാജത്തിലും ഒക്കെ ആ ആശയങ്ങളെ വിതരണം ചെയ്ത ഒരു ശ്രേഷ്ഠാചാര സഭയുടെ സാരഥി എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രഹ്മശ്രീ വിശ്വനാഥൻ MT ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിശ്വേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വാസന്തി അമ്മയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സമാദരിക്കുന്ന ഒരു ചടങ്ങാണ് അടുത്തത്. തന്ത്രശാസ്ത്ര വിശാരദനായ മാധവ്ജിയിൽ നിന്നും പൂർണ്ണ ദീക്ഷിത എന്ന ഒരു ശ്രേഷ്ഠ സ്ഥാനം വാസന്തി അമ്മയ്ക്കുണ്ട്. വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ക്ഷേത്രാങ്കണത്തിൽ ഈ സാംസ്കാരിക വേദിയോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നതിൽ. അവരെ രണ്ടുപേരെയും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പേരിൽ ആദരിക്കുകയാണ്.
അവർക്ക് ഒരു മൊമെൻറ്റോ നൽകിക്കൊണ്ട് സാന്ദീപിനി സാധനാലയം ആചാര്യൻ ഡോക്ടർ ശ്രീ ശ്യാം പ്രസാദ് ആദരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി അവരെ നമുക്ക് നമ്മുടെ ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വീകരിക്കാം. പൈതൃക ജില്ല പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിൽ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ സാംസ്കാരിക വേദിയെ ധന്യമാക്കാനെത്തിയ വിശിഷ്ട സാന്നിധ്യങ്ങളെ ആദരിക്കുന്നു. പാലക്കാടിൻ്റെ ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു ശ്രീശങ്കര വിഗ്രഹം കൈമാറുന്നു. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. കേരളത്തിൽ ആദ്യമായി ശൈവ വൈഷ്ണവ ശാക്തേയ യാഗം പൈതൃകത്തിന്റെ ചരിത്രമുണർത്തുന്ന പാലക്കാടിന്റെ പെരുവമ്പ് എന്ന ഗ്രാമത്തിൽ നടക്കുകയുണ്ടായി. നമ്മളെല്ലാവരും അതിൽ പ്രാർത്ഥനയോടുകൂടി സമ്മേളിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ബ്രഹ്മശ്രീ വേണു നമ്പൂതിരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഏതൊരു പ്രവർത്തനത്തിനും സാന്ദീപിനി സാധനാലയത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ബാലഗോപാലേട്ടൻ. വിഭിന്നശേഷിക്കാരുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ മേധാവിയാണ്. ഇന്ന് ഈ സാംസ്കാരിക വേദിയിൽ അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സാന്ദീപിനി ആദരിക്കുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെയും ഈ സാംസ്കാരിക വേദിക്ക് ആദരിക്കാം. വിശ്വേട്ടൻ തന്നെയായിരിക്കും ബാലഗോപാലൻ ചേട്ടനെ ആദരിക്കുന്നത്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്കും അതിൽ പങ്കുചേരാം. അടുത്തത് അനുഗ്രഹ ഭാഷണത്തിനായി ശ്രീ വിശ്വേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ ഭക്തർക്കും എൻ്റെ വലിയ നമസ്കാരം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ വളരെ സംതൃപ്തി തരുന്ന ദിവസമാണ് എനിക്ക്. കാരണം എൻ്റെ പരമഗുരു, എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം ജീവിച്ചിരുന്ന മണ്ണാണ് പാലക്കാട്. അത് സൂചിപ്പിച്ചു. കൽപ്പാത്തിയിലെ രാമചന്ദ്രയോഗികൾ ഒരു കാലഘട്ടത്തിൽ വിശേഷം മലബാർ മേഖലയിൽ ധാരാളം ശ്രീവിദ്യോപാസകന്മാരെ സൃഷ്ടിച്ച ഒരു പരമ്പരയാണ് അദ്ദേഹത്തിനുണ്ട്. ആ പരമ്പര വരെ തമിഴ്നാട്ടിലാണ് ചിദംബരം നീണ്ടൊരു 15 ഗുരുനാഥന്മാരുടെ പരമ്പര ലിസ്റ്റ് ഇപ്പോൾ അവൈലബിളാണ്. ഈ എല്ലാവർക്കും പൂജാരിയാവാം എന്നല്ല മാധവജി പറഞ്ഞത്. സംസ്കാരക്രിയകൾ സംസ്കരിക്കപ്പെട്ട മുഴുവൻ ആൾക്ക് പൂജ ചെയ്യാൻ അവകാശമുണ്ട്. ഇപ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എല്ലാവരും പൂജാരിമാരാക്കണം മാധവജി പറഞ്ഞു. അങ്ങനെയല്ല. കാരണം മാധവജി പറഞ്ഞത് കേരളത്തിൻ്റെ രീതി അനുസരിച്ച് സംസ്കാരങ്ങൾ ചെയ്ത്, ഷോഡശ സംസ്കാരങ്ങൾ പ്രധാനപ്പെട്ട ക്രിയകൾ ചെയ്ത് അവർക്ക് പൂജാരിമാരാണ്. താന്ത്രികാധികാരം എല്ലാവർക്കും ഉണ്ട്, താന്ത്രിക ഒരാൾക്ക് മാത്രമൊന്നുമല്ല. അതുപോലെ എല്ലാവർക്കും ബ്രാഹ്മണനാവാം. നമ്മൾ ഈ അടിസ്ഥാന ചിട്ടകളൊന്നാണ് ആർക്കും ബ്രാഹ്മണനാണ്. അതേ സങ്കല്പത്തെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയ ഈ അഞ്ചുമൂർത്തി ക്ഷേത്ര പരിസരം വരാൻ കഴിയുമ്പോൾ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ മുന്നോട്ട് ശക്തമായി മുമ്പോട്ട് പോകട്ടെ. ഇവിടുത്തെ ഭക്തങ്ങൾ ഏറ്റെടുക്കണം. മാറ്റം വരേണ്ടത് നമ്മുടെ കുടുംബങ്ങളെന്നാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങൾ പറയുക മറ്റുള്ളവർ ആഹ്വാനിച്ചു തൻ്റെ കുടുംബത്തിലാണെന്നുണ്ടാകുന്നു. പക്ഷേ ഹൈന്ദവ സമൂഹം മാറ്റം തുടങ്ങേണ്ടത് ഓരോരുത്തരും അവരെ ഉള്ളിൽ നിന്ന്, അവരെ കുടുംബങ്ങളിൽ നിന്ന്. അവിടെ സംസ്കാരക്രിയകൾ, ഈ തരം ആരാധനാക്രമങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയും നമ്മുടെ ചുറ്റുപാട് സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി മുദ്രാവാക്യങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ആചരണങ്ങളിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പാണ്. അത് കാണിച്ചു തന്ന സ്ഥലം എന്നുള്ളതിലേക്ക്
മാധവജിയുടെ സങ്കല്പം നടപ്പിലാക്കാൻ കഴിഞ്ഞ ഈ സമയത്ത് മാധവജിയോട് ബന്ധപ്പെട്ട ശിഷ്യപരമ്പര ഇവിടെ വാങ്ങാൻ കഴിഞ്ഞു. അതൊരു നിയോഗമാണ്. ശക്തമായി പ്രസ്ഥാനം മുൻപോട്ട് പോകട്ടെ. അതിലിവിടുത്തെ ത്രിപുരസുന്ദരിയും മഹാവിഷ്ണുവും ശിവനും ഗണപതിയും ഇവിടുത്തെ ശാസ്താവും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗുരു പരമ്പര, ഭാരതത്തിലെ ഗുരു പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി വിശ്വല അവിടുത്തെ അനുഗ്രഹവാണികൾക്ക്. ഇത്രയും സാംസ്കാരിക വേദികൾ ഓരോ മംഗളാവസരങ്ങളിലും ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു തന്ന ഏക ആള് വിശ്വേട്ടനാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി ഈ പറഞ്ഞ മാധവ്ജിയിൽ നിന്ന് പൂർണ്ണ ദീക്ഷിതയായ വാസന്തി അമ്മയെ, പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷക കൂടിയാണ് അവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംപൂജ്യരായ ആചാര്യന്മാരെ, വേദിയെ അലങ്കരിച്ചിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭാഗ്യ സന്താനങ്ങളെ, എല്ലാവർക്കും സാദര പ്രണാമം. ഇവിടെ ഈശ്വരൻ പറഞ്ഞതുപോലെ ആനന്ദകരമായിട്ട് ഒരവസ്ഥയിലാണ് ഞാനും ഇവിടെ ഇരിക്കണേ. കാരണം എൻ്റെ ഇടതുവശത്ത് എൻ്റെ അപ്പേട്ടൻ എന്ന് വിളിക്കുന്ന എൻ്റെ ഏട്ടൻ്റെ ദീക്ഷിതരായ ഒരു ശിക്ഷണങ്ങളുണ്ട്. ഞാൻ സ്നേഹിക്കുന്നു. കാരണം എൻ്റെ ഒറിജിൻ ഈ പാലക്കാടിൻ്റെ മണ്ണാണ് എന്നുള്ള ഒരു ചരിത്രം എനിക്ക് കുലദേവതയിലുണ്ട്. അതുകൊണ്ടാണ് ഈ മണ്ണിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ പോയുള്ള സുഖമാണ്, സന്തോഷമാണ്. ആ നന്ദികേശ്വരനെ കാണുമ്പോൾ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആനന്ദകരമാണ് ഇവിടെ വന്നത്. എല്ലാവരോടും നിങ്ങൾക്കും ആനന്ദം കിട്ടട്ടെ. എല്ലാവരും ചിരിച്ച് സന്തോഷമായിരിക്കണുണ്ട്. പിന്നെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് എൻ്റെ അമ്മമാരിവിടെ ഇരുന്നില്ലേ. ശരിക്കും പറയുകയാണ്, യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ. ആഹാ, അമ്മയുടെ ഭാവത്തെ പൂർണ്ണമായി ചൊല്ലുന്നത് കേട്ടുകൊണ്ട് 5-ാമത്തെ അധ്യായം വരെ, അല്ലേ, 5-ാം അധ്യായം വരെ ഞാൻ ശ്രദ്ധിച്ചു. എവിടെയാണെങ്കിലും ശ്രദ്ധിച്ചു. അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റി. നല്ല പ്രൊനൗൺസിയേഷൻ നന്നായിട്ട് ചൊല്ലിയിട്ടുണ്ട്. പഠിപ്പിച്ചവർക്കും പഠിച്ചവർക്കും ജന്മം തന്നവർക്കും എല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് ഗുരുദേവ്. സ്വസ്തി. ശിവായ ശ്രീ. നന്ദി അമ്മ അവിടുത്തെ വാക്കുകൾക്ക്. മാധവ്ജിയെ പുതുതലമുറയ്ക്ക് പരിചയമില്ല എങ്കിൽ കൂടി ആ ഗുരുമഹിമയുടെ ശബ്ദമാണ് വാസന്തി അമ്മയിലൂടെ നമ്മൾ ഇത്രയും നേരം അനുഭവിച്ചത്. ഇനി അടുത്തതായി സാംസ്കാരിക വേദിയിൽ 2 വാക്ക് ശ്രീ വേണു നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ സ്വസ്തി പ്രജാഭ്യം ഇവിടെ ചെല്ലാൻ കാരണം അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്യാംജി എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതായത് നമ്മൾ പൊതുവെ എല്ലാവരും പറയും ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ എങ്ങനെ ആവണം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന രൂപത്തിലേക്ക് എത്തണമെങ്കിൽ ഈ സ്വസ്തി പ്രജാഭ്യം നമ്മൾ മനുഷ്യരെ, പക്ഷിമൃഗാദികളെ, ബ്രാഹ്മണരെ, ശ്രേഷ്ഠരെ, പശുക്കളെ, അങ്ങനെയുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്ന ആ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ ആ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ അപ്പോഴേ നമുക്ക് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വാചകത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ നമ്മുടെ റാവൽജി പറഞ്ഞത്, അദ്ദേഹം റാവൽജി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അതായത് ഇതിനു മുൻപ് ഞാനിവിടെ വന്ന് ഒരു മുത്തശ്ശൻ വീട് എൻ്റെ ശിലാസ്ഥാപനത്തിന് ഗവർണറെല്ലാം വന്ന സ്റ്റേജിൽ അദ്ദേഹം വിളിക്കണ്ടായി, ശ്യാംജിനെ വിളിച്ചു. അപ്പം അങ്ങനെയാണ് വന്നത്. അന്ന് വന്ന് ഞാൻ ഇവിടെയൊക്കെ തൊഴുതപ്പോൾ ഇനി എന്നാണ് ആ ഈശ്വര വിളിക്കൊന്ന് വരാൻ പറ്റുക എന്ന് എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയൊരു കാര്യം. അതായത് ആ ഒരു തോന്നൽ
നമ്മളിൽ ഈ ക്ഷേത്രത്തിൽ വന്നാൽ എന്നിലുണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രം അതായത് ഒരു ദേശത്തിൻ്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ ദേശത്തിൻ്റെ എന്താ പറയുക ജീവനാണ് ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച, ആ ക്ഷേത്രം ഉയർന്നാൽ മാത്രമേ ആ ദേശം നേരെയാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ക്ഷയിച്ച് കിടക്കുന്ന, ഞാൻ പറയുന്നതിലാരും വിചാരിക്കില്ല, വളരെയധികം ശോചനീയാവസ്ഥയിലായ ഒരു ക്ഷേത്രത്തിന് ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ച ശ്യാംജിക്ക് എന്താ പറയുക, അദ്ദേഹത്തിന് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ഭഗവാൻ കൊടുക്കട്ടെ എന്നും യാതൊരുവിധ പ്രതിഫലവും അല്ലെങ്കിൽ മറ്റുള്ള ലാഭവും നോക്കാതെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്യാംജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു യാഗം നടത്തിയില്ല. ഞാൻ 1982 എൻ്റെ ഗുരുനാഥനെ പരിചയപ്പെടുന്നതും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശാന്തി വെച്ചിരുന്ന അമ്പലത്തിൽ തന്ത്രിയാണ്, അത് അവിടെ വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. പിന്നെ 83 ലാസ്റ്റായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ പൂജയ്ക്കൊക്കെ പോയി തുടങ്ങി പഠിച്ച്. അദ്ദേഹത്തെ ഇപ്പം എനിക്കിവിടെ അധികം സംസാരിക്കാൻ തന്നെ പറ്റില്ല, കാരണം ഇവരെല്ലാവരും ഈ അപ്പോട്ടൻ ശാസ്ത്രാനന്ദ നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ് എവിടെയൊക്കെയോ അദ്ദേഹം ഉണ്ട് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വരണം. എനിക്ക് അദ്ദേഹത്തിനാണ് എല്ലാവരിലും കാണുന്നത്. അദ്ദേഹമാണ് ഈ ശൈവവൈഷ്ണവ ശാക്തേയ മഹായാഗം ബോംബെയിൽ ഐരോളിയിൽ നടത്തിയത് ആദ്യമായിട്ട്. രണ്ടാമത് നടന്നത് നമ്മുടെ കേരളത്തിലാണ്. അങ്ങനെ ഞങ്ങളുടെ മനസ്സിലൊരു ആശയം വന്നപ്പോൾ വടക്കന്തറ സുധീർ ഭായി പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം, പക്ഷേ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ശ്യാംജിയുടെ നമ്പർ തരുന്നത്. അങ്ങനെ ഞങ്ങൾ ശ്യാംജിയെ വിളിച്ചു, ഇവിടെ വന്നു. ശ്യാംജി പറഞ്ഞ ആ വാക്ക് ഞാൻ നടക്കില്ലെന്ന് പറയുകയാണ്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. വേണോട്ടെ പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ, ഞങ്ങളൊക്കെ ഒപ്പം. ആ ഒരു വാക്ക് അദ്ദേഹം അവസാന നിമിഷം വരെ ആ യാഗത്തിൻ്റെ എന്താ പറയുക പരിപൂർണമായിട്ട് മംഗളാരതി കഴിക്കുന്നവരെ അദ്ദേഹം ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, നന്ദിയുള്ള കാര്യമാണ്. ഒരിക്കലും ഞാനത് മറക്കുകയില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകൾക്കും എല്ലാം നന്മയെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ആണിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ താന്ത്രിയും ട്രസ്റ്റ് ഇത് എത്തിച്ചേരാൻ തന്നെ ഒരു ഭാഗ്യം ഉണ്ടാക്കിയത് നമ്മുടെ ശ്യാംപ്രസാദ് സ്വാമിയാണ്. അദ്ദേഹം 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പറയട്ടെ നമ്മുടെ ക്ഷേത്രത്തിൽ 15-ാം തീയതി നമ്മുടെ പ്രതിഷ്ഠാദിന പരിപാടി തുടങ്ങുന്നുണ്ട്, 20-ാം തീയതിയാണ് ലാസ്റ്റ്, എന്തായാലും എത്തപ്പെടണം എന്ന് പറഞ്ഞു. അതോടെ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറഞ്ഞു അവർ എന്തായാലും എത്തപ്പെടാം എന്ന് പറയുകയും കുറച്ച് പേരോട് എത്തുകയും ചെയ്തു. അതോടെ നമ്മുടെ സദസ്സിൽ എത്തിയിരിക്കുന്ന നമ്മുടെ സ്വാമിജിയോടും നമ്മുടെ വസന്ത സ്വാമിജിയോടും അതുപോലെ വേണുജി സ്വാമിജിയോടും ഈ സദസ്സിലെത്തി നമ്മുടെ ഭിന്നശക്തി സംഘടന സ്നേഹ കൂട്ടായ്മ സംഘടനയുടെ പ്രവർത്തകർക്ക് ഇവിടെ എത്തി അവരുടെ അനുഗ്രഹം എത്തിക്കുവാൻ തേടിയെടുക്കുവാൻ കഴിഞ്ഞതിൽ 1000 നന്ദി സ്നേഹം അതിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്തേ. നമ്മൾ ബാലകൃഷ്ണനെ കൂടുതലായി പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ബാലേട്ടൻ ഇവിടെ എത്തുന്നതും അവരുടെ സംഘടനയെക്കുറിച്ച് പറയുന്നതും. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ വീശരത്തുള്ള അശോകേട്ടൻ അതുപോലെ അവരുടെ ഭാരവാഹിത്വമുള്ള ഒട്ടനവധി ആൾക്കാർ ഇവിടെ എത്താനും നമ്മുടെ സപ്താഹം തുടങ്ങി എല്ലാ പരിപാടികളിലും അവരുടെ സാന്നിധ്യം അവർ പൂർണ്ണമായിട്ടും ഇവിടെ എത്തിച്ചേരുകയും, കാരണം എന്താ വെച്ചാൽ കുത്തന്നൂർ വെച്ച് എല്ലാ വർഷത്തിലും നടക്കുന്ന ആ സംഘടനയുടെ 112 പേർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് പല ആൾക്കാരിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്കൂൾ കുട്ടികൾക്ക് വേണ്ട ബാഗ് തുടങ്ങി അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ട സാമഗ്രികൾ കൊടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ആൾക്കാർ നമുക്ക് സമൂഹത്തിലുണ്ട്. അവരെ സഹായിക്കാനുള്ള കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് ബാലേട്ടനിലൂടെയും അശോകേട്ടനിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്.
ഏത് പരിപാടിക്കും അവരുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതിഷ്ഠാ ദിനത്തിന് നല്ല തിരക്കായിരിക്കും അല്ലേ. നമ്മൾ തിരക്കിനിടയിൽ നിൽക്കുന്ന ഒരാൾ ആരോഗ്യം കുറവാണെങ്കിൽ ചിലപ്പോൾ തള്ളി നമ്മുടെ ആരോഗ്യം കൊണ്ട് അവരെ ഒന്ന് തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഉത്സവങ്ങൾ നടക്കുന്ന വേദികൾ അല്ലെങ്കിൽ സപ്താഹം നടക്കുന്ന വേദികളിലൊക്കെ അന്നദാനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ശങ്കരാചാര്യരുടെ ഒരു പുസ്തകത്തിൽ വായിക്കേണ്ടായി, ഈ യാഗങ്ങളിൽ എത്ര ദാനം ചെയ്തു എന്നുള്ളതല്ല പ്രധാനം, അതേപോലെ തന്നെ യജ്ഞങ്ങളിൽ എത്ര പേർക്ക് അന്നദാനം കൊടുത്തു എന്നുള്ളതല്ല പ്രധാനം, എത്ര കിലോ അരി വെച്ചു എന്നുള്ളതിന് പകരം നമ്മൾ ആ സമൂഹത്തിന് എന്ത് നിർദ്ദേശമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്, എന്ത് സംസ്കാരമാണ് ആ യജ്ഞത്തിൽ നിന്നും യാഗത്തിൽ നിന്നും ആ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ സമൂഹത്തെ വാർത്തെടുക്കലാണ് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമെന്നാണ്. അതാണ് സാന്ദീപിനി സാധനാലയവും മാനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രവും ഇത്രയും വർഷമായിട്ട് ചെയ്തു വരുന്നത്. വലിയ ജനക്കൂട്ടം വെച്ചുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് ഒട്ടനവധി ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രവണതയെ 10 പേരാണെങ്കിലും ആ 10 പേരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ സംസ്കാരത്തെയും ആചാരത്തെയും മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗ്യമായിട്ടാണ് ആദിശങ്കരനെ നമുക്ക് തന്നെ ആദ്യമായിട്ട് എല്ലാ വീടുകളിലേക്കും എത്താൻ സാധിക്കുന്നതും കഴിഞ്ഞ വർഷത്തിൽ ഗവർണർ മുതൽ എല്ലാവരും പങ്കെടുക്കാൻ സാധിച്ചതുമെല്ലാം. അപ്പോൾ ഈ ക്ഷേത്ര മഹിമയെ നമുക്ക് വിശ്വാസത്തിലൂടെ കേൾക്കാൻ സാധിച്ചു. ഇവിടുത്തെ ദേവതാ ചൈതന്യം അത്രയും ശ്രേഷ്ഠമാണെന്ന് ആ വ്യക്തിത്വത്തിലൂടെ, ആ വാക്കുകളിലൂടെ, ആ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് നേടാൻ സാധിച്ചു അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുക. അതേപോലെ തന്നെ അമ്മയും നമുക്ക് പറഞ്ഞു തന്ന ആ നിർദ്ദേശം, ആ ഗർഭത്തിലുള്ള ശിശുവിനെ പരിപാലിച്ച് എത്ര വയസ്സായാലും എത്ര ശരീരം വളർന്നു വലുതായാലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ മക്കളെ വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പരിപാലിക്കണം എന്നുള്ള ആശയം കൊടുക്കാനും, ക്ഷേത്രങ്ങൾ ആധ്യാത്മിക കൗൺസിലിംഗ് സെൻ്ററായിട്ട് വർത്തിക്കുമ്പോൾ സമൂഹത്തിൽ ഒരാൾക്കും ഒരു ദുഃഖവും ഇല്ലാതെ ക്ഷേത്ര പ്രവേശനത്തോടുകൂടി അവർ പ്രസാദം വാങ്ങി തിരിച്ചു പോകുമ്പോൾ ആ ദുഃഖങ്ങളെല്ലാം ഈ വിഗ്രഹത്തിലൂടെ ഇല്ലാതാക്കി ആ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് തത്വമസി ഭാവത്തിലേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ. അതിന് നമുക്കിന്ന് വേണോട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്വീകരിക്കുന്ന കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദിയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും മഞ്ജരി ചേച്ചിയാണ് നമുക്ക് നന്ദിയുടെ. ഞാനൊരു കാര്യം കൂടി പറയാണ്. കാരണം മാധവജിയെ നമുക്ക് അറിയുന്നത് ശ്രേഷ്ഠാചാര്യനായിട്ടും അതുപോലെ തന്നെ തന്ത്രവിദ്യാപീഠത്തിൻ്റെയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം 1925 പ്രാരംഭം കുറിച്ചത് അതിൻ്റെ 100ാം വാർഷികം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ വിദ്യാനികേതൻ എന്ന് പറയുന്ന വ്യാസവിദ്യാപീഠം നിലനിർത്തുന്നത് ഭാസ്കർജി എന്ന് പറയുന്ന ഒരു പ്രചാരകനാണ്. സംഘത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് പാലക്കാട് ജില്ലയിൽ ഭാസ്കർജി തുടങ്ങി വെച്ച 26 ഏക്കർ ഭൂമി പലവരുടെയും 100ഉം 50ഉം ചേർത്ത് വെച്ചുകൊണ്ടും, പലവരും പറയാറുണ്ട് അന്ന് കയ്യിലുള്ള ഒരു വിള കൊടുത്തുകൊണ്ട് ആ സ്ഥലം വാങ്ങിക്കാൻ കഷ്ടപ്പെട്ട ചരിത്രങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഭാസ്കർജി വിദ്യാഭ്യാസ മേഖലയിലേക്കും മാധവജി സമൂഹത്തിൽ ഈ ഒരു തരത്തിലുള്ള തന്ത്രവിദ്യാപീഠത്തിലേക്കും ചേർന്ന് വന്ന പ്രചാരകന്മാരാണ്. ആ പ്രചാരക സ്ഥാനം ഏറ്റെടുത്ത് വിശ്വട്ടിനോട് പറഞ്ഞു, തൻ്റെ കർത്തവ്യം ഏതാണോ ആ കർത്തവ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചാരകൻ എങ്ങനെ സമൂഹത്തിലെ എല്ലാവരെയും യോജിപ്പിച്ച് പ്രവർത്തിക്കണമോ ആ പ്രവർത്തന മേഖല കാണിച്ചു തന്ന 2 വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ വർഷങ്ങളോളം വിശ്വേട്ടനും പ്രചാരകനായിട്ട് കണ്ണൂർ മുതൽ അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തന്ത്രശാസ്ത്രങ്ങൾ പഠിച്ച് മാധവജിയിൽ നിന്നും കിട്ടിയ അനുഗ്രഹത്തോടുകൂടി ഇന്ന് നമുക്ക് 33 വർഷമായിട്ട് ഒട്ടനവധി ശിഷ്യപരമ്പരയെ നിലനിർത്തിക്കൊണ്ടുവരികയും ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമാക്കി അവർക്ക് സന്ദേശം നൽകുന്ന ഒരു ആചാര്യശ്രേഷ്ഠൻ തന്നെയാണ് ഇന്ന് നമുക്ക് സാന്നിധ്യം വഹിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച്
ഇവിടെ ദേവീ സ്വരൂപമാണ് ഇവിടുത്തെ പ്രധാന ദേവത. നമുക്ക് ഉപദേവ സങ്കല്പം ഇല്ലെങ്കിലും പക്ഷെ ഇവിടെ ആ ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചതും അനുഗ്രഹത്തോടു കൂടി ഇനി ആ ദേവീ സങ്കല്പത്തെ നമുക്ക് ഇവിടെ അമ്മ പറഞ്ഞു തന്ന പോലെ ഓരോ ഭാവങ്ങളെയും ലളിതാ സഹസ്രനാമത്തിലെ ഓരോ ശ്ലോകങ്ങളെ എടുത്ത് നമ്മൾ മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് ജപിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠാദിന വാർഷികം 3-ാം ദിവസമായ ഇന്ന് ഇവിടെ ഈ വേദിയെ വാക്ചാതുര്യം കൊണ്ട് ധന്യമാക്കിയ ശ്രേഷ്ഠ ആചാര്യ സഭാചാര്യൻ MT വിശ്വനാഥൻ അവർകൾക്കും സഹധർമ്മിണി പ്രഭാഷകയുമായ ശ്രീമതി വാസന്തിയമ്മ അവർകൾക്കും നന്ദി അർപ്പിക്കുന്നു. ആഗ്നേയം 2026 യാഗാചാര്യൻ തളി മഹാദേവ ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ വേണു നമ്പൂതിരി അവർകൾക്കും നന്ദി അർപ്പിക്കുന്നു. ശബരിമല മുൻ മേൽശാന്തിയും തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം മേൽശാന്തിയും ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരി അവർ എത്തിയിട്ടില്ല എങ്കിലും അവരുടെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. അവർക്കും നന്ദി അർപ്പിക്കുന്നു. ഭിന്നശേഷി സംസ്ഥാന പ്രസിഡന്റ് ബാലഗോപാൽജി അവർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രേഷ്ഠാചാര്യ സഭയുടെ സാരഥികളായ ബ്രഹ്മശ്രീ വിശ്വേട്ടനും ശ്രീമതി വാസന്തിയമ്മയ്ക്കും ദക്ഷിണാ സമർപ്പണമാണ്. അതിനായി സാന്ദീപനി സാധനാലയം വൈദിക വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ സമാപനം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഭക്തി ഭോജനമുണ്ട്. അതിനുശേഷം അമ്മമാരുടെ ദേവി മഹാത്മ്യ പാരായണം ഇവിടെ തുടരുന്നതായിരിക്കും. കഴിഞ്ഞു തോന്നുന്നു. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ
Yeah.